നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മുരിക്കിങ്ങൽ താളൂപ്പാടത്ത് വൻ കൃഷിനാശം. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ 300ഓളം വാഴയും അടയ്ക്കാമരവും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വന്യജീവി ശല്യം രൂക്ഷമായ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കാട് പിടിച്ച റോഡരികുകൾ വനപാലകരുടെയും നാട്ടുകാരുടെയും ശ്രമദാനത്തിൽ ശുചീകരിച്ചു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ, ഇഞ്ചക്കുണ്ട് കോടാലി റോഡുകളുടെ വശങ്ങളാണ് ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചത്. തൃശൂരിലെ ATM കവർച്ച പ്രതികളെ ATM സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത്. ആനന്ദപുരം ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ഷാജി തുമ്പേച്ചെറിയൽ മുഖ്യ കാർമ്മികനായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ പുതുക്കാട് മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. KCEC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. VK അനീഷ് അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ വരാക്കരയിലെ കാട് മൂടിയ നിലയിലായിരുന്ന ധാത്രിക്കുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. വാർത്തകൾ വിശദമായി. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മുരിക്കിങ്ങൽ താളൂപ്പാടത്ത് വൻ കൃഷിനാശം. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ 300ഓളം വാഴയും അടയ്ക്കാമരവും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മുരിക്കിങ്ങൽ താളൂപ്പാടത്ത് വൻ കൃഷിനാശം. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ 300ഓളം വാഴയും അടയ്ക്കാമരവും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. 3 മാസം മുൻപും ഇവിടെ കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ആനകൾ ഈ പ്രദേശത്ത് നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. നിരന്തരം ആന ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും അപകടത്തിലാക്കുന്നു. ആനകൾ വരാതിരിക്കാനായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആരുടെയെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ എത്ര വലിയ സഹായം ചെയ്യാനും സർക്കാർ തയ്യാറാണ്. എന്നാൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ഗതികെട്ട സാഹചര്യമാണുള്ളതെന്നും സർക്കാർ ഒരു സഹായവും ചെയ്തില്ലെന്നും പല മേഖലകളിലും വന്യജീവികൾ വീട്ടുമുറ്റത്തെത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ഉണ്ടായില്ലെന്നും മലയോര കർഷകർ വൻ ദുരിതത്തിലാണെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പാടൻ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പ്രദേശത്തെ കർഷകന്റെ വാഴത്തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പുറകിൽ കാണുന്നത് ഒരു 300ഓളം വാഴകളാണ് കഴിഞ്ഞ ദിവസം ഈ ആനകൾ കയറി നശിപ്പിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് ആനകൾ നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളായി. അപ്പൊ ഈ ആനകളെ ഇവിടെ ജനങ്ങളുടെ കർഷകരായ ജനങ്ങളുടെ ഇടയിലേക്ക് വരാതെ നോക്കാനുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനു മുന്നും പല ആവർത്തി ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെ ജീവിക്കും? മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 7 വർഷമായി ഇപ്പോൾ നമ്മുടെ ഇതിൽ ഈ കൃഷിനാശം സംഭവിക്കുന്നു. ചില വർഷങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ 3 മാസം മുമ്പ് ഇറങ്ങി അന്ന് കുറേ കളഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത് വന്നു. വന്യജീവി ശല്യം രൂക്ഷമായ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കാടുപിടിച്ച റോഡരികുകൾ വനപാലകരുടെയും നാട്ടുകാരുടെയും ശ്രമദാനത്തിൽ ശുചീകരിച്ചു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ, ഇഞ്ചക്കുണ്ട് കോടാലി റോഡുകളുടെ വശങ്ങളാണ് ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചത്. ഈ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വഴിയരികിൽ അടിക്കാടുകൾ വളർന്നു നിന്നതോടെ വന്യജീവികൾ ഒളിഞ്ഞിരുന്നാലും കാണാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളിക്കുളങ്ങര റേഞ്ചിന് കീഴിലെ മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഇഞ്ചക്കുണ്ട്, കാരികുളം, പരുന്തുപാറ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ ശുചീകരണം നടത്തിയത്. ഇഞ്ചക്കുണ്ട് പള്ളി അധികൃതരും പിന്തുണയുമായി എത്തി. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശ്രമദാനം സംഘടിപ്പിച്ചത്.
തൃശൂരിലെ ATM കവർച്ച പ്രതികളെ ATM സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്ത് എത്തിച്ചത്. തൃശൂരിലെ ATM കവർച്ച പ്രതികളെ ATM സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത്. മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു. തൃശൂർ ACP ഉൾപ്പെടെയുള്ള വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ATM മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെയാണ് സ്ഥലത്തെത്തിച്ചത്. ഷൊർണൂർ റോഡിലെ SBI ATM സെന്ററിലാണ് പ്രതികളെ എത്തിച്ചത്. ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച താണിക്കുടത്തേക്കും പ്രതികളെ എത്തിച്ചു. മോഷണശേഷം വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ താണിക്കുടം പുഴപാലത്തിൽ കാർ നിർത്തി പ്രതികൾ ആയുധം പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ഡൈവേഴ്സിനെ എത്തിച്ചാണ് പുഴയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തത്. ഇക്കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് ഹരിയാനയിൽ നിന്നുള്ള 7-അംഗ മോഷണ സംഘം തൃശൂരിലെത്തിയത്. ഇതിൽ 5-അംഗ സംഘമാണ് 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. പുലർച്ചെ 2 മണി മുതൽ 4 മണിക്കുള്ളിലാണ് 3 മോഷണവും നടത്തിയത്. മാപ്രാണം, തൃശൂർ ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിലെ ATMകളാണ് പ്രതികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പണം കവർന്നത്. മോഷണശേഷം ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ വലിച്ചെറിഞ്ഞ് പട്ടിക്കാടെത്തി അവിടെ കാത്തുകടന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച പണവും സഹിതം മോഷ്ടാക്കൾ കയറി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ചാണ് പ്രതികൾ പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെടുന്നതിനിടെ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മോഷ്ടാക്കളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ഒരാൾക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നലെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് മോഷണ സംഘത്തെ തൃശൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കാലിൽ വെടിയേറ്റ ഒരു മോഷ്ടാവ് നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ള 5 പേരെയാണ് തൃശൂരിൽ എത്തിച്ചത്. പ്രതികൾ മോഷണം നടത്തിയ മറ്റു 2 ATMകളിലും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. ആനന്ദപുരം ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുതെരേസ്യയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ മുഖ്യകാർമ്മികനായിരുന്നു. ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 പൂർവികരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള കുർബാനയുണ്ടാകും. ഒക്ടോബർ 13 8-ാം ഇടം. രാവിലെ 9 ആഘോഷമായ കുർബാനയും പള്ളിചുറ്റി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ നേർച്ചകൂട്ടും ഉണ്ടായിരിക്കും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ പുതുക്കാട് മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. KCEC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. VK അനീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളും നിയമനിർമ്മാണങ്ങളും സഹകരണ മേഖലയിൽ പുതിയ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നുവെന്ന് സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ നിലപാടുകളുമായി KCEC സമരമുഖത്താണെന്നും സമ്മേളനം അറിയിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, CPI ജില്ലാ കൗൺസിൽ അംഗം KM ചന്ദ്രൻ, KCEC ജില്ലാ സെക്രട്ടറി KV മണിലാൽ, AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI അളഗപ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ്, രാജി രാജൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി രഞ്ജിത്ത്, പ്രസിഡന്റായി ആശ എന്നിവരെ തെരഞ്ഞെടുത്തു. ഭരണസമിതി എടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, അവർ കൊടുത്ത വായ്പകൾ, അത് തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് സംഘത്തിനുണ്ടാകുന്ന കുടിശ്ശിക ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളെയും കേരളത്തിലെ സഹകരണ മേഖല മനുഷ്യ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അത് വായ്പാ സംഘങ്ങൾ മാത്രമല്ല, നിരവധി മേഖലകളിലായി കൈത്തൊഴിൽ.
അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിൽ വരാക്കരയിലെ കാടുമൂടിയ നിലയിലായിരുന്ന ധാത്രിക്കുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. പറമ്പും കുളവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ ഇവിടം പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായിരുന്നില്ല. മുൻപ് ഇവിടെ നിന്ന് ജലപദ്ധതിയുടെ പമ്പിംഗ് നടന്നിരുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ജലാശയം നശിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിലായിരുന്നു നാട്ടുകാർ. കഴിഞ്ഞ ദിവസം NCTV ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽ വരെയും തിരികെയും 40 കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി. തൃശൂർ കുന്നംകുളം റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തി. പരിസ്ഥിതി സൗഹൃദ വാഹനം എന്ന നിലയിലും ശാരീരിക ക്ഷമത നിലനിർത്തുവാൻ കഴിയുന്ന വാഹനം എന്ന നിലയിലും സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനു കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര. കിരൺ ഗോപിനാഥ് പ്രസിഡന്റായ തൃശൂർ സൈക്ലേഴ്സ് ക്ലബിന്റെ സെക്രട്ടറി ഡാനി വറീദ്, ട്രഷറർ സനോജ് പാമ്പുങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം ക്ലബ് അംഗങ്ങൾ, KSTP ഉദ്യോഗസ്ഥർ എന്നിവർ ജില്ലാ കളക്ടർക്കൊപ്പം സൈക്കിൾ യാത്രയിൽ പങ്കെടുത്തു. റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ KSTP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 206.9 കോടി രൂപയുടെ പാറമേക്കാവ് കല്ലുംപുറം വരെയുള്ള 33.34 കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒക്ടോബർ 10 ആരംഭിക്കും. നവംബറോടെ റോഡ് പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 മാസത്തിനകം പൂർത്തീകരിക്കും. നിലവിൽ കേച്ചേരി മുതൽ മഴുവൻചേരി വരെയും ഒഴികെയുള്ള മുഴുവൻ റോഡും അറ്റകുറ്റപ്പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയതായി KSTP അധികൃതർ അറിയിച്ചു. KSTP റോഡ് നിർമ്മാണ ഏകോപനം നിരീക്ഷിക്കുന്നതിന് രൂപീകരിച്ച സമിതി സ്ഥിരമായി റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെയും വിദ്യാർത്ഥികൾ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ സൈക്കിൾ റാലിയും വാക്കത്തോണും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. തേക്കിൻകാട് തെക്കേ ഗോപുരനടയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ സ്വരാജ് റൗണ്ട് ചുറ്റി സമാപിച്ചു. തൃശൂർ എക്സൈസ് കമ്മീഷണർ PK സതീഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുകയും സഹൃദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരി വിരുദ്ധ ക്ലബ്ബായ നേർക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. സഹൃദയ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാനേജ്മെന്റ് ഫെസ്റ്റ് മെറാക്കി 2024 ഈ വർഷത്തെ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ മാസം 24, 25 തീയതികളിലാണ് ഫെസ്റ്റ്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരി വിരുദ്ധ ക്ലബ്ബായ നേർക്കൂട്ടം കമ്മിറ്റിയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ലഹരി വിരുദ്ധ കമ്മിറ്റിയും തൃശൂർ ഡെക്കാത്തലോൺ സൈക്കിൾ ക്ലബ്ബും സംയുക്തമായിട്ടാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പാൾ KL ജോയി എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ കോളേജുകളിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലുള്ള ആന്റി നാർക്കോട്ടിക് കൺട്രോളിന്റെ പേരാണ് നേർക്കൂട്ടം. സഹൃദയ കോളേജില് ലഹരിക്കെതിരെ വ്യാപകമായ വിപുലമായ ധാരാളം പരിപാടികൾ നടത്താറുണ്ട്. ലഹരിക്ക് കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും അടിമപ്പെടും ഒരു വർത്തമാനമാണ്. നമ്മളെ മുൻകാലങ്ങളിൽ മദ്യം, അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മഹാത്മാ വട്ടനാത്ര സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിനോജ്, ഷിനോജ്, പ്രദീപ് എന്നിവരുടെ സ്മരണാർത്ഥമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ലബ്ബ് ഭാരവാഹികളായ മിഥുൻ രാജ്, PM വിനീത്, പഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ദീപു, കാർത്തിക, ഭവ്യ, ദർശന എന്നിവർ സന്നിഹിതരായി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്പെഷ്യലൈസ് ചെയ്ത PG ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള എല്ലാ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും നടന്നു പോകുന്നത്. ജനറൽ മസ്ദൂർ സംഘം അളഗപ്പ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് M തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി TT ജോമൻ, MV രാജൻ, KK മനോജൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി M തുളസീദാസ്, വൈസ് പ്രസിഡന്റായി EK സത്യൻ, സെക്രട്ടറിയായി PS രാജു,
ജോയിന്റ് സെക്രട്ടറിയായി AS ഷിജിൻ, ട്രഷററായി ML ബിജു എന്നിവരെ തെരഞ്ഞെടുത്തു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. സ്കൂൾ മാതൃസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സ്മിജു ആശിഷ് ദീപപ്രോജ്വലനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്കൃതം അധ്യാപകൻ കൃഷ്ണപ്രസാദ്, BVN ജില്ലാ സെക്രട്ടറി ശ്രീകാന്ത്, നിള ജീവൻ എന്നിവർ പ്രസംഗിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ രമകൃഷ്ണൻകുട്ടി, മാനേജർ TK സതീഷ്, വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് രാംദാസ്, ക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് MH പ്രസാദ് എന്നിവർ സന്നിഹിതരായി. കൊടുങ്ങ റോസറി ഹിൽ ആശ്രമ ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ജോസ് അങ്ങാടിശ്ശേരി, ഫാദർ ജോജോ മുള്ളൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ 6:15 ദിവ്യബലിയും പ്രധാന തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 10 കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ബെന്നി ചെറുവത്തൂരിന്റെ സന്ദേശം എന്നിവയും ഉണ്ടാകും. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ നൊവേനയും ഉണ്ടാകും. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കിങ്ങൽ 4-ാം വാർഡിലെ ഷിഹാബ് ഗുരുക്കൾക്ക് വേണ്ടി രൂപീകരിച്ച ചികിത്സാ സഹായ നിധി കമ്മിറ്റി പിരിച്ചുവിട്ടു. പഞ്ചായത്ത് അംഗം ഗീത ജയൻ അധ്യക്ഷത വഹിച്ചു. 11,50,000 രൂപ ഷിഹാബിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചിലവിലേക്കായി ലഭിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് മാട്ടുമൽ, VU ഗിരിജ, CV ബാബു, ജോസി മാണി, KK വിനു, CM ബഷീർ എന്നിവർ സന്നിഹിതരായി. ഷിഹാബ് ഗുരുക്കൾ ജനുവരി മാസം മുതൽ 2 വൃക്കകളുടെ തകരാറിലായി ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ സാഹചര്യത്തിൽ തുടർ ചികിത്സ നടത്തുവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നമ്മളെ അറിയിച്ചതിനാൽ നമ്മളൊരു വാർഡ് ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ 2 ചെറിയ മക്കളും അതുപോലെ തന്നെ ഭാര്യയും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയും അടങ്ങുന്ന ആ കുടുംബത്തിന് അദ്ദേഹമായിരുന്നു ആശ്രയം. അദ്ദേഹത്തിന്റെ വരുമാനം മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ ആശ്രയം. എല്ലാവരും അതിന് വളരെ പ്രയത്നിച്ചുകൊണ്ടാണ്. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ അടക്കം ഒഴിവുള്ള അനുബന്ധ ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് തിങ്കളാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിക്കും. രാവിലെ 11 പൗണ്ട് സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിക്കുക. ഉഴിച്ചിൽ, കിഴി, സ്റ്റീം തുടങ്ങിയ ആയുർവേദ ട്രീറ്റ്മെന്റുകളുമായി സദായുഷ് തിങ്കളാഴ്ച പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിക്കും. തളിയപ്പറമ്പിൽ ബിൽഡിംഗിൽ രാവിലെ 10 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,120 രൂപ, പവന് 56,960 രൂപ. കൊളത്തൂർ കുറിച്ചിപ്പറമ്പിൽ കുര്യപ്പൻ ഭാര്യ അന്നം അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ. പൗലോസ്, ഗ്രേസി, ഡേവിസ്, ഡെയ്സി, ബെൻസി എന്നിവർ മക്കളും ലിമ, വർഗീസ്, ആനി, ബൈജു, ആൻറ്റു എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം മാമ്പിള്ളി രാജൻ ഭാര്യ കുഞ്ഞമ്മ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മുരിക്കിങ്ങൽ താളൂപ്പാടത്ത് വൻ കൃഷിനാശം. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ 300ഓളം വാഴയും അടയ്ക്കാമരവും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വന്യജീവി ശല്യം രൂക്ഷമായ ഇഞ്ചക്കുണ്ട് മേഖലയിലെ കാട് പിടിച്ച റോഡരികുകൾ വനപാലകരുടെയും നാട്ടുകാരുടെയും ശ്രമദാനത്തിൽ ശുചീകരിച്ചു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ, ഇഞ്ചക്കുണ്ട് കോടാലി റോഡുകളുടെ വശങ്ങളാണ് ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചത്. തൃശൂരിലെ ATM കവർച്ച പ്രതികളെ ATM സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്.
മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത്. ആനന്ദപുരം ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ഷാജി തുമ്പേച്ചെറിയൽ മുഖ്യ കാർമ്മികനായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ പുതുക്കാട് മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. KCEC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. VK അനീഷ് അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ വരാക്കരയിലെ കാട് മൂടിയ നിലയിലായിരുന്ന ധാത്രിക്കുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.